ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി അവരുടെ കുടുംബവും സഹിച്ച ത്യാഗമെന്നും നിങ്ങൾക്കറിയില്ല. രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിച്ച ത്യാഗമാണ് താങ്കൾ ഈ വാഴ്ത്തി പാടുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യം വിഭജിച്ച ആളിനെ പറ്റിയാണ് താങ്കളുടെ കവലപ്രസംഗം നടത്തുന്നത്. ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ കോൺഗ്രസ്. ഈ രണ്ടും ഒന്നാണല്ലോ. ഒറ്റ സെക്കൻഡ്, ഇത് കേൾക്കണം. ഒറ്റ സെക്കൻഡ്. ഇന്ത്യക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന കാശ് എൻ്റെ തറവാട്ട് വക വിറ്റ് തരാമെന്ന് ബ്രിട്ടീഷുകാരുടെ പറഞ്ഞ കുടുംബമാണ് ഈ നെഹ്റു കുടുംബം. ആ നെഹ്റുവിന്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടരുത് നിങ്ങൾ. അവരുടെ കുടുംബം ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സഹിച്ച ത്യാഗവും അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒറ്റ സെക്കൻഡ് സാർ, ഈ സവർക്കർ എഴുതി വെച്ച പുസ്തകം അങ്ങ് വായിക്കണം സാർ. നിങ്ങൾ ബ്രിട്ടീഷുകാരോട്, ഹിന്ദു മഹാസഭാ പ്രവർത്തകരെ, നിങ്ങൾ ബ്രിട്ടീഷുകാരോട് പോരാടി നിങ്ങളുടെ നല്ല ജീവനും ജീവിതവും സമ്പത്തും ആരോഗ്യവും ഒന്നും നശിപ്പിക്കരുത്. നമ്മുടെ ശത്രു ബ്രിട്ടീഷുകാരല്ലേ അല്ല. പിന്നെന്തിനാ ബ്രിട്ടീഷുകാർ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ഡി കാറ്റഗറിയിൽ ഇതേ ബ്രിട്ടീഷുകാർ ജയിലിലിട്ടാണ്? താങ്കൾ അതിന്റെ ഉത്തരം പറയൂ. പ്രതിപക്ഷ ബഹുമാനം അങ്ങ് കാണിക്കണം പ്ലീസ്. ഞാൻ വളരെ താങ്കൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാർ 27 വർഷക്കാലം ഡി കാറ്റഗറിയിൽ ജയിലിലിട്ട മനുഷ്യനെ പറ്റി താങ്കൾ ഇപ്പൊ എന്താ പറയുന്നത്? ഈ സവർക്കർ എഴുതി വെച്ചു സാർ. ഒറ്റ ഇടപെടരുത്, പ്ലീസ്. ഈ സവർക്കർ എഴുതി വെച്ചു, നമ്മുടെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ല, ഹിന്ദു മഹാസഭാ പ്രവർത്തകരെ, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിങ്ങളുടെ സമ്പത്ത് ആരോഗ്യവും നശിപ്പിക്കരുത്. 1-ാം നമ്പർ ശത്രു മുസ്ലിങ്ങൾ, 2-ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ, 3-ാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ എന്ന് എഴുതി വെച്ചു. ആര്? സവർക്കർ. ഇതേ സവർക്കറിനെ ബ്രിട്ടീഷുകാരല്ലേ 27 വർഷം ജയിലിലിട്ട് അതെന്തിനായിരുന്നു? അല്ല, അതിനുത്തരം പറഞ്ഞു സാർ. ആദ്യ കാലങ്ങളിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നത് ചരിത്രത്തിനോട് ചെയ്യുന്ന അനീതിയാണ്. 7-8 വർഷം ഈ സവർക്കർ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ കടന്ന് നരകയാതന അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. 7-8 വർഷം അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനെ അടിയും ഇടിയും തൊഴിയും ഈ സവർക്കർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അല്ലാന്ന് പറയുന്നില്ല. ആദ്യ കാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടി സവർക്കർ. പിന്നീട് പേനയുടെ മഷി തീരുന്നതുവരെ മാപ്പ് 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 വിനീത ദാസനായി, ബ്രിട്ടീഷുകാരന്റെ ഒരു ദാസനായി ഞാൻ കഴിഞ്ഞുകൊള്ളാം അദ്ദേഹം എഴുതി പറഞ്ഞു. അദ്ദേഹം എഴുതി വെച്ച പശ്ചാത്തലമുണ്ട്. കാര്യം സ്വാതന്ത്ര്യ സേനാനിയാണ് അദ്ദേഹം.